മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാൻലിയും വൈജയന്തിയും വേർപിരിയാനുള്ള കാരണം സ്റ്റാൻലി അല്ലെന്നും വൈജയന്തിയുടെ ആങ്ങളമാർ തന്നെയാണെന്നും ബബിത വൈജയന്തിയെ അറിയിക്കുകയാണ്. ഇതറിഞ്ഞ വൈജയന്തിക്ക് സ്റ്റാൻലിയെ തെറ്റിദ്ധരിച്ചതിൽ കുറ്റബോധം ഉണ്ടാവുകയും വൈജയന്തി പൊട്ടിക്കരയുകയുമാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ടെൽസയുമായി നടത്തിയ ദീർഘ സംഭാഷണങ്ങൾക്ക് ശേഷം ഡോക്ടർ ജോർജ് പുന്നൂസ് സ്റ്റാൻലിയെ റൂമിലേക്ക് വിളിച്ചു. സ്റ്റാൻലി കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി. ടെൽസ സന്ദർശകർക്കുള്ള കസേരയിൽ അലീനയുടെ അരികെ വന്നിരുന്നു. ഡോക്ടർ നിന്നോട് എന്തൊക്കെ ചോദിച്ചു? അലീന ആകാംക്ഷയോടെ അവളെ നോക്കി. ഒത്തിരി കാര്യം ചോദിച്ചു. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തെ കാര്യങ്ങളും ചോദിച്ചു. പറ കേൾക്കട്ടെ. എന്റെ ഐസ്ക്രീം? അത് ഞാൻ ഏറ്റല്ലോ. ഇവിടുന്ന് തിരിച്ചു പോണ വഴിക്ക് വാങ്ങിത്തരാം. എനിക്കിപ്പോ വേണം. അവൾ ചിണുങ്ങി. തരാം. ഇവിടെ എവിടെയാ ഐസ്ക്രീം? 2 എണ്ണം തരണേ. 2 എണ്ണം മേടിക്കാമോ? ശരി, 2 എങ്കിൽ 2. അപ്പോഴേക്കും സിഗരറ്റ് വലിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിരുന്ന റോബർട്ട് തിരികെ വന്നു. റോബർട്ടാണ് തിരുവനന്തപുരത്ത് സമർത്ഥനായ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടെന്ന് അലീനയെ അറിയിച്ചതും ഡോക്ടർ ജോർജ് പുന്നൂസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതും. കുളത്തൂപ്പുഴയിൽ നിന്നും സ്റ്റാൻലിയും അലീനയും കൂടി ടെൽസിയെയും കൂട്ടി പുനലൂരെത്തി. അവിടെ നിന്ന് റോബർട്ടിനെയും കയറ്റി തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. സ്റ്റാൻലി തിരികെ വരാൻ 3/4 മണിക്കൂർ എടുത്തു. അടുത്തത് അലീനയുടെ ഊഴമായിരുന്നു. അവൾ കൺസൾട്ടിംഗ് റൂമിൽ കയറി ഡോക്ടർ ജോർജ് പുന്നൂസിനെ കണ്ടു. ടെൽസിയുടെ എൽഡർ സിസ്റ്ററാണ് അല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ. മിസ്റ്റർ സ്റ്റാൻലി പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. പക്ഷേ അതത്ര ക്ലിയർ അല്ല. അതായത് 1 വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ. അലീന എന്നല്ലേ പേര്? അതെ. മറ്റേ കുട്ടി ആവർത്തിച്ച് ഈ പേര് പറയുന്നുണ്ടായിരുന്നു. 1 വർഷമേ ആയിട്ടുള്ളൂ അലീന ഈ ഫാമിലിയോടൊപ്പം ചേർന്നിട്ട് അല്ലേ? പപ്പ പറഞ്ഞു കാണുമല്ലോ. ഇങ്ങനെയാണ് പറഞ്ഞത്. മൂത്ത മകൾ വേറൊരു സാഹചര്യത്തിലാണ് തീരെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ജീവിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം എന്ന്. അതും ശരിയാ ഡോക്ടർ. ഈ ഫാമിലിയിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാനും പെട്ടെന്ന് ദിവസം വന്ന് റീജോയിൻ ചെയ്യാനും എന്താണ് കാരണം? അലീന ഒന്ന് മടിച്ചു. എനിക്ക് പേഷ്യന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി അറിയണം. അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടതുപോലെ കൊടുക്കാൻ പറ്റില്ല. എവിടെയാണ് ഫോൾട്ട്? തുടക്കം എവിടെ നിന്നാണ്? സ്റ്റാൻലിയോട് സംസാരിച്ചിടത്തോളം ഇതൊരു ബ്രോക്കൺ ഫാമിലിയാണെന്ന് മനസ്സിലായി. അമ്മയും മക്കളും പപ്പയിൽ നിന്ന് വർഷങ്ങളോളം അകന്ന് ജീവിച്ചു. സ്റ്റാൻലിക്കും ഭാര്യയ്ക്കും അത് വെറും വർഷങ്ങളാണെങ്കിൽ കുട്ടികൾക്കത് പ്രകാശവർഷമാണ്. ആ ജീവിതം കുട്ടികളിൽ എന്തൊക്കെ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടാവാം? ഡോക്ടർ, എന്റെ അമ്മയല്ല പപ്പയുടെ വൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫാമിലിയിൽ ആദ്യം മുതൽ ഇല്ലാതിരുന്ന സാഹചര്യം. ഓ ഐ സി. ജോർജ് പുന്നൂസ് അവളെ നോക്കി തലയാട്ടിക്കൊണ്ടിരുന്നു. അയാൾ അതേപ്പറ്റി കൂടുതൽ ചോദിക്കുമോ എന്ന് അലീന ഭയന്നു. എനിക്ക് മനസ്സിലായി. ഓക്കെ. അയാൾ കുറെ സമയം ചിന്താധീനായിരുന്നു. ഈയൊരു സാഹചര്യം സ്റ്റാൻലിയും കുടുംബവും തമ്മിൽ അകലാൻ കാരണമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വീട്ടിലെത്തുന്നവരെ അതേക്കുറിച്ച് ആർക്കും ഒരറിവുമില്ലായിരുന്നു. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അലീന മുൻകൈയെടുത്താണ് അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ടെൽസി ഇവിടേക്ക് കൺസൾട്ടിങ്ങിന് കൊണ്ടുവന്നതെന്നും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആ കുട്ടിക്ക് അലീനോട് വലിയൊരു ഇഷ്ടവുമുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇനിയുള്ളത് ടാനിയയും ടോജയുമാണ്. അവർക്കും എന്നോട് ഇഷ്ടം തന്നെയാ ഡോക്ടർ. ഇനി വരുമ്പോൾ അവരെയും കൊണ്ടുവരണം. സാധിക്കുമെങ്കിൽ സ്റ്റാൻലിയുടെ വൈഫിനെയും. അലീന ഉവ്വെന്ന് തലയാട്ടി. അത്ര വലിയ ബുദ്ധിമാന്ദ്യമൊന്നുമില്ല. ടെൽസയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ത്രാണിയുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുടുംബം 2ആയി പിളർന്നതും പിന്നീടുണ്ടായ അരക്ഷിതാവസ്ഥയും അതോടൊപ്പം സെക്ഷൽ ഹരാസ്മെന്റും അവിടെ എവിടെയോ മനസ്സിന്റെ വളർച്ചയുടെ കൂമ്പടഞ്ഞുപോയി. കൂമ്പടഞ്ഞ വാഴ കണ്ടിട്ടില്ലേ? കുറെ ഇലകൾ വന്നുകൊണ്ടിരിക്കും. അലീന മനസ്സിലായെന്ന് തലയാട്ടി. 7ഓ 8ഓ വയസ്സുള്ളപ്പോൾ മുതൽ ആ കുട്ടി മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മുതൽ അവളുടെ മനസ്സിന്റെ താളം തെറ്റി. ഇപ്പോ ഞാൻ കണ്ട അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഇടയ്ക്കവൾ ഒരു എയർ പോക്കറ്റിൽ വീണതുപോലെ. ഭൂമിയും മനുഷ്യനും പരിസരവുമായുള്ള ബന്ധം അറ്റുപോകുന്നു. ഏതാനും നിമിഷത്തേക്കുള്ളൂ. പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. താൻ ആരാണെന്ന് നിശ്ചയമില്ല. കൂടെയുള്ളവർ ആരാണെന്ന് അറിയില്ല. അങ്ങനെ ഒരവസ്ഥ. അത് വല്ലപ്പോഴുമേ ഉള്ളൂ ഡോക്ടർ. 8ഓ 10ഓ സെക്കൻഡ്. അലീന പറഞ്ഞു. ശരിയായ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അതിന്റെ ആവൃത്തി വർദ്ധിച്ചു വരും. വല്ലപ്പോഴും എന്നുള്ളത് ദിവസത്തിന്റെ 1 തവണയാകും. പിന്നെ പലതവണയാകും. 8ഓ 10ഓ സെക്കൻഡ് എന്നുള്ളത് 30ഉം 40ഉം സെക്കൻഡുകളായി തീരും. സാരമില്ല, നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മെഡിക്കേഷൻ വേണ്ടി വരും. 2ഓ 3ഓ വർഷത്തേക്ക് തുടർച്ചയായിട്ട്.
കോംപ്ലിക്കേറ്റഡ് മെഡിസിൻ ഒന്നുമല്ല. പിന്നെ വേണ്ടത് നല്ല കെയറിങ്ങും സ്നേഹവും ഗൈഡൻസും. എന്ന് വെച്ചാൽ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ കൈപിടിച്ച് നടത്തുന്നത് പോലെ 2-3 വർഷം കൊണ്ട് അവൾ പിക്കപ്പ് ചെയ്തു വരും. ഞാൻ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് ഡോക്ടർ. അവൾ തന്നെ പറഞ്ഞു. മുടി ചീകി വയ്ക്കാൻ അലീന ചേച്ചി, മുടിയിൽ എണ്ണ തേക്കാൻ അലീന ചേച്ചി, ഭക്ഷണം കഴിപ്പിക്കാൻ അലീന ചേച്ചി. അങ്ങനെ എന്ത് കാര്യത്തിനും അവൾക്ക് ഒരേ ഒരാളേ ഉള്ളൂ. കീപ് ഇറ്റ് അപ്പ്. എന്ന് വെച്ച് അതുമാത്രം പോരാ, മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണം, മിസ്റ്റർ സ്റ്റാൻലി ഉൾപ്പെടെ. അവൾക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ സുരക്ഷിതത്വ ബോധവും സ്നേഹവും ശ്രദ്ധയും പരിചരണവും വാത്സല്യവും എല്ലാം എല്ലാ ഭാഗത്തു നിന്നും കിട്ടണം. സമാഹരിച്ചു കൊടുക്കേണ്ടത് അലീനയും. അങ്ങനെ ചെയ്യാം. അലീന സന്തോഷത്തോടെ സമ്മതിച്ചു. അവൾ പോകാൻ എഴുന്നേറ്റപ്പോൾ ജോർജ് പുന്നൂസ് ഒരു ചോദ്യം കൂടി ചോദിച്ചു. അലീന വളർന്നു വന്ന സാഹചര്യം എന്താണെന്ന് പറഞ്ഞില്ല. അവൾ മറുപടി പറയണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിന്നു. അലീനയുടെ കോൺഫിഡൻസും പോസിറ്റീവ് അപ്രോച്ചും ഒക്കെ കണ്ടിട്ടാണ് ചോദിക്കുന്നത്. പപ്പയുടെയും ഫാമിലിയുടെയും പിന്തുണ ഇല്ലാതിരുന്നിട്ട് കൂടി അതിനു പിന്നിൽ നല്ല സെക്യൂരിറ്റിയും ഹാപ്പിനെസ്സുമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണമല്ലോ. അത് ടെൽസയിൽ കൂടി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനിയും ഡോക്ടറെ കാണാൻ വരേണ്ടതുണ്ട്. അപ്പോൾ എൽസമ്യാന്റിയും ടാനിയും ടോജോയും ഉണ്ടാകും. അന്ന് ചിലപ്പോൾ ഡോക്ടർ സത്യം അറിഞ്ഞേക്കാം. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിഞ്ഞ വർഷം വരെ ഒരു ഓർഫനേജിലാണ് ജീവിച്ചത്. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോന്ന് പോലും അറിയാതെ, അലീന പറഞ്ഞു. ഡോക്ടർ ജോർജ് പുന്നൂസ് ആശ്ചര്യസ്തബ്ധനായി. ശരി ഡോക്ടർ. അലീന തന്റെ വാതി തുറന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. ഇനി നമ്മൾ ഹരിശങ്കറിനെയാണ് കാണുന്നത്. ബൈക്കുമായി ഹരിശങ്കർ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനിരുന്നപ്പോഴാണ് മഴ. രാവിലെ മുതൽ മഴ ചാറിക്കൊണ്ടേയിരിക്കുകയാണ്. മഴയത്ത് നീ പോകണ്ട, ഞാൻ കാറുമായി ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം, ശിവശങ്കരൻ മകനോട് പറഞ്ഞു. എന്നാൽ ഞാൻ കാറെടുത്ത് പോയിക്കൊള്ളാം, ഹരിശങ്കർ പറഞ്ഞു. എനിക്ക് ടൗൺ വരെ പോകേണ്ട കാര്യമുണ്ട്. ശിവശങ്കരൻ കാറിന്റെ ചാവിയും എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും ഇന്നലെ രാത്രി വണ്ടിക്ക് മനുശങ്കറും രോഹിത്തും പുറപ്പെട്ടിട്ടുണ്ട്. അവർ രാവിലെ 9:30 ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും. മനുശങ്കറിനെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലാമെന്നേറ്റിരുന്നത് ഹരിശങ്കർ ആയിരുന്നു. ശിവശങ്കരൻ കാറുമായി ചെന്നപ്പോൾ രണ്ടുപേരും ബാഗും തൂക്കി പാലാ ബസ് സ്റ്റാൻഡിന്റെ സൺഷെയ്ഡിന് കീഴിൽ നിൽപ്പുണ്ട്. ശിവശങ്കരൻ ബസ് സ്റ്റാൻഡിന് പിന്നിലെ റോഡിൽ കാർ ഒതുക്കി ഹോൺ അടിച്ചു. കാർ കണ്ടതോടെ രോഹിത്തും മനുശങ്കറും ബാഗുമായി മഴയത്തുകൂടി ഓടി. രണ്ടുപേരും ചെന്ന് കാറിൽ കയറി. അങ്കിളെ, എന്നെ പാലത്തിനക്കരെ ഇറക്കിയാ മതി, ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം, രോഹിത്ത് പറഞ്ഞു. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എനിക്കെങ്ങോട്ടാ പോകാൻ വയ്യാത്തെ? അമ്മയുടെ അടുത്ത് പോകാം, അച്ഛൻ്റെ അടുത്ത് പോകാം, അങ്കിളിന്റെ വീട്ടിലേക്ക് വരാം. വേണമെങ്കിൽ അലീനയുടെ അടുത്തേക്കും പോകാം അല്ലേ? ശിവശങ്കരൻ മുഖത്ത് നോക്കാതെ ചോദിച്ചു. മനുശങ്കറും രോഹിത്തും തമ്മിൽ നോട്ടം കൈമാറി. നമുക്ക് ആദ്യം കൊല്ലപ്പള്ളിക്ക് പോകാം, എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്, ശിവശങ്കരൻ പറഞ്ഞു. കാർ ഓടിക്കൊണ്ടിരുന്നു. രോഹിത്തും മനുശങ്കറും കണ്ണുകൊണ്ട് അന്യോന്യം അർദ്ധഗർഭമായ ചില ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വല്ലതും കഴിച്ചോ? ശിവശങ്കരൻ ചോദിച്ചു. ഇല്ലച്ചാ, ബസ്സിൽ നിന്നിറങ്ങിയതേ മഴയത്തേക്കാ, മനുശങ്കർ പറഞ്ഞു. കാർ 20 മിനിറ്റ് കൊണ്ട് കൊല്ലപ്പള്ളിയിലെത്തി. കമലെ, ഇവർക്ക് ചായ കൊടുക്കണം, ഒന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കണം. കാറിൽ നിന്നും ഇറങ്ങിയ പാടെ ശിവശങ്കരൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞു. പിന്നെ രോഹിത്തിന്റെ തോളത്ത് കൈവച്ചു. നീ എന്നെ കണ്ടിട്ടേ എങ്ങോട്ടെങ്കിലും പോകാവൂ, രോഹിത്ത് തലയാട്ടി. കമല പെട്ടെന്ന് ചായ തയ്യാറാക്കി. ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ പാലപ്പവും പൊട്ടറ്റോ സ്റ്റ്യൂവും ഇരിപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം രോഹിത്ത് ശിവശങ്കരന്റെ മുറിയിലേക്ക് ചെന്നു. ഇനിയൊന്ന് ഉറങ്ങിയാൽ കൊള്ളാം അല്ലേ? ശിവശങ്കരൻ ചെറുചിരിയോടെ ചോദിച്ചു. ബസ്സിലിരുന്ന് ഉറക്കമായിരുന്നങ്ങളെ രാത്രി മുഴുവൻ. നീ ഇന്ന് വരുമെന്ന് ജയന്തിയോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ പോരാനിരുന്നതല്ല, മനുവേട്ടന്റെ ഒപ്പം ചാടിപ്പോന്നേ ഉള്ളൂ. ഇനി എന്താ പരിപാടി? ആദ്യം അമ്മയുടെ അടുത്ത് പോണം, പിന്നെ അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ ഷോപ്പിലായിരിക്കും. അലീനയുടെ അടുത്ത് പോകാൻ പ്ലാനുണ്ടോ? അതെന്താ അങ്കിളെ അങ്ങനെ ചോദിച്ചേ? വെറുതെ ചോദിച്ചല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടല്ലോ. നീ അവിടെ പോകാറില്ലേ? 2-3 തവണ പോയിട്ടുണ്ട്. മനുവോ? മനുവേട്ടനും ഞാനും കൂടി പോയിട്ടുണ്ട്. പോകാനുള്ള കാരണം അലീന ചേച്ചിയെ കാണാൻ. നിനക്ക് അറിയായിരുന്നോ അവൾ സ്റ്റാൻലിയുടെ മകളാണെന്ന്? രോഹിത്തിന്റെ മുഖം താണു. ഒന്നും ഒളിച്ചു വയ്ക്കണ്ട, പറഞ്ഞോ. ഞാൻ ചിലതൊക്കെ അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അറിയാമായിരുന്നു. നീയും അലീനയും തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നോ? അതും അറിയാം. എന്തു ബന്ധം? എന്റെ ചേച്ചിയാണ്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ് ഞങ്ങൾ, രോഹിത്ത് ധൈര്യസമേതം പറഞ്ഞു. ശിവശങ്കരൻ മുറിയിലൂടെ 2 ചാൽ നടന്നു. നീ ഇതറിഞ്ഞിട്ട് എത്ര നാളായി? കുറെ മാസങ്ങളായി. മനുവിന് ഇതേപ്പറ്റി അറിയാമോ?
അത് മനുവേട്ടനോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. മണിശങ്കർ ശങ്കയൊന്നുമില്ലാതെ വെളിപ്പെടുത്തി. ശിവശങ്കരൻ മകനെ സൂക്ഷിച്ചു നോക്കി. ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശ്യം? ഞങ്ങളുടെ ഉദ്ദേശം അച്ഛന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയിരിക്കുകയാണ്. 24 കൊല്ലം മുൻപത്തെ തെറ്റുമറയ്ക്കാൻ വേണ്ടി അച്ഛനും നീലഗിരിയിലെ വല്യച്ഛനുമൊക്കെ പരക്കം പായുന്നത് കണ്ടുപിടിക്കുക. ഞങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്തു ചെയ്യണം എന്നുള്ളതിന് ഒന്നാന്തരം പാഠമല്ലേ ഇതൊക്കെ. അതൊരടിയായിരുന്നു. സ്വന്തം മകനാണ് മുഖത്തു നോക്കി പറയുന്നത്. ശിവശങ്കരന് കാര്യം മനസ്സിലായി. ഇവരുടെ മനസ്സിൽ അണക്കെട്ട് പോലെ അമർഷം നിറഞ്ഞു കിടക്കുന്നു. പണ്ടുകാലത്ത് അന്നത്തെ കാരണവന്മാർ കുടുംബത്തിന്റെ അന്തസ്സിനെ കരുതി എന്തൊക്കെയോ ചെയ്തു വെച്ചു. കുഴിച്ചിട്ട ശവം മാന്തുന്നത് പോലെ അതെല്ലാം ഇനി കുത്തിയിളക്കിക്കൊണ്ടുവരുന്നത് ആർക്കും നല്ലതല്ല. കുടുംബത്തിനും നിങ്ങൾക്കും ഇതിൽ പങ്കാളികളായവർക്കും. ശിവശങ്കരൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. എത്ര കാലം ഇത് ഒളിച്ചു വയ്ക്കാൻ പറ്റുമെന്ന അച്ഛന്റെ വിചാരം? ആരൊക്കെ അറിഞ്ഞാലും ജയന്തി മാത്രം അറിയരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് വച്ചിട്ടുണ്ടല്ലോ. ഈയൊരു കാര്യത്തിലും അങ്ങനെയൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ലേ? എന്റെ അച്ഛന്റെ കാര്യം അങ്കിൾ മറന്നു പോകുന്നു, രോഹിത്ത് ഓർമ്മിപ്പിച്ചു. എല്ലാവരും കൂടി പറ്റിച്ച ഒരു പാവത്താൻ ഒറ്റയ്ക്ക് അവിടെ കിടപ്പുണ്ട്, എല്ലാം അറിഞ്ഞോണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ബാലചന്ദ്രനെ തണുപ്പിക്കാൻ പറ്റും, അതെനിക്ക് ബോധ്യമുണ്ട്. വേറെ ആരും വേണ്ട, അലീന മാത്രം മനസ്സുവെച്ചാൽ മതി. അച്ഛന് നാണമില്ലേ ഞങ്ങളുടെ മുഖത്തു നോക്കി ഇത് പറയാൻ? അലീന സ്വന്തം മോളാണെന്ന് ഏറ്റവും ആദ്യം അറിയേണ്ട ആളായിരുന്നു ജയന്തി ആന്റി. മരിച്ചുപോയെന്ന് ഇത്രയും കാലം വിശ്വസിച്ച മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആ അമ്മ മനസ്സിലാക്കണ്ടേ? അത് ശത്രുവിനെ പോലെ കരുതി അകറ്റി നിർത്തിയ കുട്ടിയാണെന്ന് തിരിച്ചറിയണ്ടേ? ഞങ്ങളാരും ആന്റിയോട് പറയുന്നില്ല, പക്ഷേ ആന്റി അറിയും. അച്ഛാ, എത്ര മറച്ചു വച്ചാലും ആന്റി അറിയും, മണിശങ്കർ വീറോടെ പറഞ്ഞു. ശിവശങ്കരൻ മറുപടിയൊന്നും പറയാനില്ലാതെ ഒരു കസേരയിലേക്ക് ഇരുന്നു. ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു മൊബൈൽ ഫോൺ. വൈബ്രേറ്റർ മോഡിലിട്ടിരുന്നതിനാൽ കോൾ വന്നത് വൈജയന്തി അറിഞ്ഞില്ല. ബസ് സ്റ്റോപ്പിൽ പാർക്ക് ചെയ്ത ബസിന് പിന്നിൽ കാർ നിർത്തേണ്ടി വന്നപ്പോൾ മുരൾച്ച കേട്ട് ഫോൺ എടുത്തു നോക്കി. ഹലോ ഹലോ, അമ്മ എവിടെയാ? രോഹിത്തിന്റെ ശബ്ദം അവൾ കേട്ടു. ഞാൻ ഡ്രൈവ് ചെയ്യുക, നീ എവിടെയാ? ഞാനിതാ വീട്ടിലെത്തി. അമ്മയ്ക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ഉച്ചവരെ. നീ എപ്പോഴാ വന്നത്? എത്തിയതേ ഉള്ളൂ. മനുവേട്ടനുണ്ടായിരുന്നത് കൊണ്ട് കൊല്ലപ്പള്ളി കയറി, അതാ വൈകിയത്. ഞാനിപ്പം കൊല്ലപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇപ്പം അങ്ങോട്ട് പോണേ? അമ്മ ഇങ്ങോട്ട് വാ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ബബിതയും കൃഷ്ണമോളും ഉണ്ടല്ലോ അവിടെ, നീ അവരോട് ഗുസ്തി പിടിച്ചോണ്ടിരിക്ക്. വയ്ക്കുവാണേ. ബസ് മുന്നോട്ടെടുത്തതോടെ വൈജയന്തി ഫോൺ സീറ്റിലേക്ക് ഇട്ടിട്ട് ഗിയർ മാറ്റി കാർ എടുത്തു. വൈജയന്തി ചെല്ലുമെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നതിനാൽ ശിവശങ്കരൻ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വൈജയന്തിയുടെ കാർ കണ്ടതും അയാളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. എന്തെങ്കിലും ടെൻഷൻ കൊണ്ടായിരിക്കും അവളുടെ വരവെന്ന് അയാൾ ഊഹിച്ചിരുന്നു. വൈജയന്തിയുടെ വീട്ടിൽ ഒരു ബോംബ് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബബിതയാണത്. അവളുടെ നാവിൽ നിന്ന് വല്ലതും വീണുപോയാൽ വൈജയന്തി ആദ്യം പാഞ്ഞു വരിക തന്റെ അടുത്തേക്കായിരിക്കുമെന്ന് ശിവശങ്കരന് തീർച്ചയുണ്ട്. ബബിതയും വൈജയന്തിയും കൂടി ഒന്നിച്ച് ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം തനിക്ക് യാതൊരു മനസമാധാനവും കിട്ടാൻ പോകുന്നില്ലെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വൈജയന്തിയുടെ കൂടെ പോയി ബബിതയെ വിളിച്ചു കൊണ്ടുവരാൻ തോന്നിയ നിമിഷത്തെ അയാൾ എത്രയോ വട്ടം ശപിച്ചു കഴിഞ്ഞു. അവളെ തിരിച്ച് കുളുത്തൂപ്പുകൾ കൊണ്ടുവിട്ടാലേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂ എന്നായിട്ടുണ്ട്. ആദ്യം വൈജയന്തി കമലയെ കണ്ട് കുശലം പറഞ്ഞു. അതിനുശേഷം സൗദാമിനി അമ്മയുടെ മുറിയിൽ കയറി. അവർ തീർത്തും കിടപ്പിലായി കഴിഞ്ഞിരുന്നു. ആ പെങ്കൊച്ചുണ്ടായിരുന്നപ്പോ ഞാൻ കടപ്പാട്ടൂരി വീട്ടില് ഓടി നടന്നതാ. അമ്പലത്തിൽ പോകാൻ പോലും പറ്റുമായിരുന്നു. ഇനി എന്നെ ചിതയിലോട്ട് എടുത്താൽ മതി. സങ്കടം പറയുന്നതിനിടെ സൗദാമിനി അമ്മയുടെ കൺകുഴികളിൽ വെള്ളം നിറഞ്ഞു. വൈജയന്തി അതിനുള്ള മറുപടിയൊന്നും കൊടുക്കാതെ ഞാൻ ശിവേട്ടനെന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മയുടെ സങ്കടത്തെക്കാൾ അവളുടെ മനസ്സിൽ മറ്റൊരു നെരിപ്പോട് നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. മനു വന്നിട്ട് എവിടെ പോയി ശിവേട്ട? അങ്ങനെ ചോദിച്ചുകൊണ്ട് വൈജയന്തി ശിവശങ്കരന്റെ മുറിയിലേക്ക് ചെന്നു. അയാൾ ജനാലയ്ക്കൽ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ജയന്തി അവിടെ വന്നിറങ്ങിയ ശേഷം മൂന്നാമത്തെ സിഗരറ്റായിരുന്നു അത്. മനു രോഹിത്തിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഞാൻ വീട്ടിൽ പോയില്ല. കോളേജിൽ നിന്ന് നേരെ ഇങ്ങ് പോന്നു. അമ്മയെ കാണാൻ വന്നതാണോ? അതോ? അമ്മയെ കാണാനാണെങ്കിൽ ശിവേട്ടൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ നേരത്തെ വിളിച്ചു പറയില്ലല്ലോ. വൈജയന്തി ശിവശങ്കരന്റെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി നോക്കി. എന്താ വൈജയ പ്രശ്നം? ബബിത തിരിച്ചു പോകണമെന്ന് പറഞ്ഞോ? എനിക്കൊരു സത്യം അറിയണം ശിവേട്ട. അത് പറഞ്ഞിട്ട് അവൾ വാതിൽ ചാരി അയാളുടെ സമീപത്തേക്ക് വന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശിവശങ്കരന്റെ കണ്ണു പതറി. 24 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് രാവുണ്ണി അമ്മാമ്മയുടെ വീട്ടിൽ വെച്ച് ശിവേട്ടനും ഗംഗേട്ടനും അച്ഛനും രാവുണ്ണി അമ്മാവനും കൂടി എന്നെ ഒരു വെഡിങ് കാർഡ് കാണിച്ചു. സ്റ്റാൻലി ജോസഫും
വേറെ ഏതോ പെണ്ണുമായുള്ള കല്യാണം നടക്കാൻ പോകുന്നതിന്റെ തെളിവായിട്ട്. അത് സത്യമായിരുന്നോ? ശിവശങ്കരന്റെ നെഞ്ച് കിടിലം കൊള്ളുന്നുണ്ടായിരുന്നു. അവൾ വന്നിരിക്കുകയാണ്, നെഞ്ചു പിളർന്നും സത്യം അറിയാൻ വേണ്ടി. ആ, ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയൊരു സംഭവം ഉണ്ടായോ അന്ന്? കള്ളം പറയരുത് ശിവേട്ട. ശിവേട്ടനും കൂടിയാ അവരോടൊപ്പം പുനലൂർക്ക് പോയത്, സ്റ്റാൻലിയുടെ തറവാട്ടിലേക്ക്. വൈജയ്, 1/4 നൂറ്റാണ്ട് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ആരോർക്കുന്നു? ഞാനന്ന് ചെറുതല്ലായിരുന്നോ? ചെറുതോ? വൈജയന്തി ജ്വലിച്ചു. എന്നേക്കാൾ വലിപ്പമുണ്ടായിരുന്നല്ലോ ശിവേട്ടന്, ഇല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ അന്ന് അച്ഛനും രാവുണ്ണിയമ്മാവനുമല്ലേ കാരണവന്മാർ. അവർ ഓരോന്ന് തീരുമാനിക്കുന്നു, നടത്തുന്നു. ഞാനൊക്കെ വെറും കാഴ്ചക്കാരൻ. കാഴ്ചക്കാരന്റെ കണ്ണിന് തിമിരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒരു കേടും തട്ടിയിരുന്നുമില്ല. നീ ഇപ്പം എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? നിനക്കെന്താ വട്ടുണ്ടോ? ശിവശങ്കരൻ ദേഷ്യം ഭാവിച്ചു. എനിക്കറിയണം ശിവേട്ട, ആരാണ് എന്നെ ചതിച്ചതെന്ന്. എനിക്കറിയണം. ഞാൻ ഇത്രയും കാലം വിചാരിച്ചോണ്ടിരുന്നത് സ്റ്റാൻലി ആണെന്നാ. അതിന് ഇപ്പോഴെന്തു പറ്റി? ശിവശങ്കരൻ ചോദിച്ചു. എനിക്കിപ്പം സംശയമാണ്. എന്റെ സ്വന്തം അച്ഛനും ഏട്ടന്മാരും അമ്മാവനും കൂടിയാണോ എന്നോടന്ന് കൊടും ക്രൂരത കാണിച്ചതെന്ന്. ശിവേട്ടൻ ഇത്രയും പറഞ്ഞാൽ മതി, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അന്ന് എന്നെ കാണിച്ച വെഡിങ് കാർഡ് സത്യമായിരുന്നോ? ഒരിക്കൽ പറഞ്ഞ പിന്നെ മാറ്റി പറയരുത്. ഞാൻ പറഞ്ഞില്ലേ വൈജയ്, എനിക്ക് അങ്ങനൊരു സംഭവം ഓർമ്മ വരുന്നില്ലെന്ന്. ശിവേട്ട, ശിവേട്ടൻ കരുതുന്നുണ്ടോ ഈ പറഞ്ഞ മറുപടി കൊണ്ട് എന്നെ അടക്കി നിർത്താമെന്ന്? ഞാൻ ഒരിക്കലും സത്യം അറിയില്ലെന്ന്. ഗംഗാട്ടൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അച്ഛനും രാവുണ്ണിയമ്മാവനും മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. ഗംഗാട്ടനെ ഞാൻ ഇവിടെ വരുത്തും. വന്നില്ലെങ്കിൽ സ്റ്റാൻലി ഉണ്ട് ജീവനോടെ കുളത്തൂപ്പുഴയിൽ. ചെന്ന് അന്വേഷിച്ചിട്ടായാലും ഞാൻ സത്യം അറിയും. വൈജയ്, സത്യം അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഭൂമി പിടിച്ച് 24 കൊല്ലം പുറകിലേക്ക് തിരിച്ചു കറക്കുവോ? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. എന്താ നിന്റെ ഉദ്ദേശം? സ്റ്റാൻലി വിവാഹം കഴിച്ച് 3-4 മക്കളുണ്ട്. നീ കല്യാണം കഴിച്ച് നിനക്കുമുണ്ട് ഭർത്താവും 3 മക്കളും. ബ്ലാക്ക് ബോർഡിൽ എഴുതിയ അക്ഷരം പോലെ നിനക്കതെല്ലാം മായ്ച്ചു കളയാൻ പറ്റുമോ? വൈജയന്തി അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് കിതച്ചു. അവളുടെ മിഴികളിൽ വജ്രസൂചികൾ തിളങ്ങി. എനിക്ക് എന്നെ മായ്ച്ചു കളയാമല്ലോ, ഇല്ലേ? സ്വയം നെഞ്ചെ തൊട്ട് കാണിച്ച് അവൾ വീറോടെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ ജീവിതം കരുവാക്കി കള്ളക്കളി കളിച്ച് രസിച്ചില്ലേ 24 വർഷം. മതി, ഇനി വൈജയന്തിയെ കളിപ്പാവിയാക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല. എനിക്ക് വേണ്ടാത്ത ജീവിതമാ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചത്. എനിക്കത് എവിടെ വെച്ച് വേണമെങ്കിലും നിർത്താനുള്ള ധൈര്യവുമുണ്ട്. പക്ഷേ അതിനു മുൻപ് ഞാൻ സത്യം അറിയും. ശിവേട്ടനത് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ ശിവേട്ടൻ ഒരാണല്ലെന്നാ അതിനർത്ഥം. വൈജയന്തി കൊടുങ്കാറ്റ് പോലെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശിവശങ്കരൻ ഒരാശ്രയത്തിനെന്നോണം ജനലഴിയിൽ പിടിച്ചു. വൈജയന്തിയുടെ കാർ മുറ്റത്തു നിന്നും തിരിഞ്ഞ് ഗേറ്റ് കടന്നു പോകുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ആരാണ് സ്റ്റാൻലിയുടെ കഥ അവൾക്ക് പറഞ്ഞു കൊടുത്തത്? ബബിതയാണോ? സ്റ്റാൻലിയും വൈജയന്തിയും തമ്മിൽ എന്തെങ്കിലും സംഭാഷണം ഉണ്ടായോ? ശിവശങ്കരന് ആദി കയറി. അയാളുടെ ശരീരം കുഴഞ്ഞുപോയി. പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഗംഗാധര മേനോന്റെ നമ്പർ പ്രസ് ചെയ്തു. മറുവശത്ത് മാലതിയാണ് ഫോൺ എടുത്തത്. മാലതിയടുത്തി, എനിക്ക് ഗംഗാട്ടനെ അർജന്റായിട്ട് കിട്ടണം. എവിടെയുണ്ട്? ഗംഗാട്ടൻ പുറത്തു പോയിരിക്കുക. എന്താ ശിവ? എനിക്ക് വയ്യ ഈ ടെൻഷൻ എല്ലാം താങ്ങാൻ. ഞാൻ മാത്രമല്ലല്ലോ ഇതിനൊന്നും ഉത്തരവാദി. ഗംഗാട്ടനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. മനുഷ്യന് മനസമാധാനം വേണ്ടേ? കണ്ടമിടറിയിട്ട് ശിവശങ്കരൻ കോൾ കട്ട് ചെയ്തു.